മാഷേ, വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ, അദ്ദേഹത്തിന് സീറ്റ് കിട്ടും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്ക് തോന്നുമായിരുന്നു. കാരണം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, പാർട്ടി നിന്ന് കഴിഞ്ഞാൽ. കാരണം മലമ്പുഴയിൽ വി എസിൻ്റെ സെക്രട്ടറി ആയിരുന്ന എ സുരേഷ് സ്ഥാനാർത്ഥിയാണ് UDFൻ്റെ. അപ്പോൾ മലമ്പുഴയിൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. അപ്പോൾ മലമ്പുഴയിൽ നിർത്തിയാലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അരുൺകുമാറിനോട്. പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. അങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാകാം അദ്ദേഹം ഈ പത്മവിഭൂഷൺ വി എസിന് കൊടുത്തത്. അത് നിരസിക്കുന്ന അവസ്ഥയിൽ തന്നെ വന്നു വി എസിൻ്റെ കുടുംബം. സാധാരണഗതിയിൽ നമുക്കറിയാം ഈ പത്മ അവാർഡുകൾ മുമ്പ് ആളുകൾ ഈ നിഷേധിക്കാൻ തുടങ്ങിയതൊക്കെ കൊണ്ട് ആളുകളോട് ചോദിച്ചിട്ടാണ് ഇപ്പോൾ പത്മ അവാർഡുകൾ കൊടുക്കുന്നത്. കാരണം കലക്ടർ വിളിച്ച് ചോദിക്കും, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചിലപ്പോൾ വിളിക്കും. ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചിട്ടാണ്. കേരളത്തിലൊക്കെ അങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം നിങ്ങളത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ്. ഇത് വലിയ അംഗീകാരമാണെന്നുള്ളത് അരുൺകുമാർ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് പാർട്ടി പല കാരണങ്ങളും പറഞ്ഞു. MA ബേബി അത് സ്വീകരിക്കരുത് എന്നുള്ള മട്ടിൽ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ സ്വീകരിച്ച ഒരാളുണ്ട്, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ. സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രാവിലെ അദ്ദേഹത്തിനോട് വിളിച്ചു ചോദിച്ചു, സ്വീകരിക്കാം എന്നങ്ങേര് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരിയും കൂട്ടരും ഒക്കെ പറഞ്ഞു, ഇത് മേടിക്കാൻ പാടില്ല, ഇത് നമ്മുടെ ഒരു രീതിയല്ല, ഇത് ബൂർഷ്വാ പുരസ്കാരമാണ്, അത് സ്വീകരിക്കുന്നത് അതിൻ്റെ രീതിയല്ല എന്ന് പറഞ്ഞു. ഇത് ചോദിച്ചിട്ടാണ്, കുടുംബത്തോട് ചോദിച്ചിട്ടാണ് അത് പ്രഖ്യാപിച്ചതും ഒക്കെ. അപ്പോൾ ഇത് നിരസിച്ചതോടുകൂടി സാധാരണ ആളുകൾ പറയുന്നത് ആവശ്യമില്ലാതെ കൊടുത്തതായിരുന്നു 2 പത്മ അവാർഡ്. ഇതും പിന്നെ ആ വെള്ളാപ്പള്ളി നടേശനുള്ളതും. വെള്ളാപ്പള്ളി നടേശൻ കണക്ക് പോലും ഹാജരാക്കിയിട്ടില്ല എന്ന് ഹൈക്കോടതി വിധിച്ച് കഴിഞ്ഞതാണല്ലോ. എന്തായാലും അത് കൊടുത്തു. പിന്നെ സുകുമാരൻ നായർക്ക് കൊടുത്തില്ല എന്നുള്ള സങ്കടം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് പുള്ളി ആ സഖ്യം വേണ്ടെന്നും വെച്ചു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായി എന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ചോദ്യം മാഷിനോട് ലളിതമാണ്. എന്തായാലും സീറ്റ് കൊടുത്തില്ല വി എസിൻ്റെ മകന്. അങ്ങനെയാണെങ്കിൽ ഇനി വി എസിൻ്റെ കുടുംബത്തിന് ആ പത്മ അവാർഡ് സ്വീകരിച്ചു കൂടെ? അത് വിതരണം ചെയ്തിട്ടില്ലല്ലോ, ഇനി പോയി വാങ്ങിച്ചു കൂടെ? 1. 2, ഈ തെരഞ്ഞെടുപ്പിൽ വി എസിൻ്റെ ഓർമ്മ ഒരു സ്ഥലത്തും ഉണ്ടാകരുത് എന്ന് പാർട്ടിയെ നയിക്കുന്നവർക്ക് നിർബന്ധം ഉള്ളത് കൊണ്ട് കൂടിയാവില്ലേ ഈ സീറ്റ് കൊടുക്കാതിരുന്നത്? രണ്ടും ആവാം. വി എസ് എന്നും ഇപ്പോൾ ഉള്ള CPM-ന്റെ നേതൃത്വത്തിന്, അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും CPM-ന്റെ നേതൃത്വത്തിന് എന്നും ഒരു ദഹിക്കാതെ കിടന്ന, അല്ലെങ്കിൽ ഒരു തീർച്ചയായിട്ടും വല്ലാത്തൊരു ചതുർത്ഥിയായിരുന്നല്ലോ. വി എസ് വേറെ ഒരു വഴിക്ക് സഞ്ചരിച്ച ഒരാളാണ്. വേറെ ഒരു തരം ലക്ഷണമൊത്ത ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അങ്ങനെ വളർത്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ വളർന്നു വന്ന അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അക്ഷരാർത്ഥത്തിൽ തൊഴിലാളിയായി ജീവിച്ചു വന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. അത് ജാതീയമായിട്ടും ആ പ്രശ്നമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു ശതമാനം ബ്രാഹ്മണന്മാരായിരുന്നല്ലോ, സവർണന്മാർ. ഇദ്ദേഹം ഈ പിന്നോക്ക ജാതിക്കാരിൽ നിന്ന് വന്നതിൻ്റെ ഒരു സാമൂഹിക സാഹചര്യമുണ്ട്. അധ്വാനിച്ച് തന്നെയാണ് വളർന്നത്, അതിൻ്റെ ഒരു ഗുണമുണ്ട്. ആ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രം അങ്ങനെയാണല്ലോ. അദ്ദേഹം പാർട്ടി ക്ലാസ് പഠിച്ചതോ സിദ്ധാന്തങ്ങൾ വായിച്ചോ പുസ്തകം വായിച്ചൊന്നുമല്ല, ജീവിച്ച് പഠിച്ചതും ഉത്തമ മാതൃകകളായ നേതാക്കന്മാരിൽ നിന്ന് കണ്ടുപഠിച്ചതും പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് ഒട്ടും വിടാതെ പഠിച്ചതുമാണ്. അതാണ് വി എസ്. ആ വി എസിൻ്റെ ശൈലി ഒരു കാലത്തും പിണറായി വിജയൻ്റെ നമ്മൾ പിണറായിസ് എന്ന് വിളിക്കുന്ന ഒരു ഘട്ടം വന്നല്ലോ. ആ ഘട്ടത്തിൽ കേരളത്തിലെ പാർട്ടിക്ക് കണ്ടുകൂടാതായിട്ടുണ്ട്. അന്നു മുതൽ പാർട്ടിക്കകത്ത് സമരം തുടങ്ങിയിട്ടുണ്ട്. അതാണ് വിഭാഗീയതയായത്, അതാണ് ഗ്രൂപ്പിസമായത്, അതാണ് വെട്ടിനിരത്തൽ വന്നത്. അപ്പോൾ ആ ഒരു തുടർച്ചയിൽ വി എസിനെ അവസാനിപ്പിക്കുക. വി എസിനെ എനിക്ക് തോന്നുന്നു വി എസിനെ ആദ്യം ഇവർ കൊല്ലുന്നത്, ആദ്യത്തെ മരണം വി എസിന് സംഭവിക്കുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കുമ്പോഴല്ല, സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചപ്പോഴല്ല. വി എസിനെ ആദ്യം അവസാനിപ്പിക്കുന്നത് പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ട് ഈ പാവം മനുഷ്യനെ വെക്കുമ്പോഴാണ്. ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെ മുതലാണ്. അതിനു മുമ്പേ ഉണ്ടല്ലോ, മാരാരിക്കുളത്ത് തോൽപ്പിച്ചല്ലോ.
മാരാരിക്കുളത്ത് തോൽപ്പിച്ചത് മുഖ്യമന്ത്രി ആകാതിരിക്കാൻ, ആകാതിരിക്കാനാണ്. ജയിച്ചെങ്കിൽ മുഖ്യമന്ത്രിയാവും. അതെ അതെ. പക്ഷെ അന്ന് മുതൽ ഒരു പുതിയ VS ഉണ്ടായി വന്നു, ഒരു പോരാളിയെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്. മാരാരിക്കുളത്തെ തോൽവി പക്ഷെ സത്യത്തില് എന്നാലും മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ജയിപ്പിച്ചാൽ പോരായിരുന്നോ? ഉപതെരഞ്ഞെടുപ്പില് ജയിപ്പിച്ചാൽ മതിയായിരുന്നു. ഒരുപാട് വഴികൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ വഴി നേരായ വഴി ആദ്യം തന്നെ വെട്ടാമെന്ന് തീരുമാനിച്ചിട്ടാണ് അന്ന് മാരാരിക്കുളത്ത് തോൽപ്പിച്ചത്. കൃത്യമായിട്ട് വെട്ടുകയാണ്. അപ്പൊ വെട്ടിക്കൊണ്ടേയിരുന്നു VS. പക്ഷെ VS ആവും വിധം തിരിച്ചടിക്കുകയും വെട്ടി നിരത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് പാർട്ടി കയ്യിലെടുത്തു. പിന്നീട് ഭരണം തന്നെ കയ്യിലെടുത്തു. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രി ആക്കി. എന്നിട്ട് സകല ചിറക് അരിഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പുകൾ എടുത്തു മാറ്റി. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ എല്ലാ വകുപ്പിലും ഇവരുടെ ചാരന്മാരിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഭരിക്കാൻ വിടാത്ത അവസ്ഥയുണ്ടാക്കി. അദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങളെ തുരങ്കം വെക്കാൻ പിണറായി ഗ്രൂപ്പ് കേരളം മുഴുവൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമാണല്ലോ പഴയ മൂന്നാറിലെ ഓപ്പറേഷനിലോ ഒക്കെ പരാജയപ്പെടുത്തി. അങ്ങനെ VS പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴും VS ജയിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ VS പറ്റിയ പരാജയം എന്ന് ഞാൻ പറയുന്നു, ആദ്യത്തെ പരാജയം ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനേറ്റതാണ്. ഒന്നുമില്ലാതെ ഇരുന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ, സാറിന് അറിയാലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം എഴുതിയ ആളല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു പൊതു സ്വഭാവം എന്താ വെച്ചാൽ, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം, ജനങ്ങളെ സേവിക്കാൻ എന്നൊരു ഉത്തരവാദിത്തം, ഒന്നുകിൽ അത് പാർട്ടി സെക്രട്ടറി ആവാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകാം, അതുമല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയാവാം. ഈ 3 പോസ്റ്റും അല്ലാതെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നില്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥ പാർട്ടി സഖാക്കൾക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പദവി വേണം എന്ന് കുടുംബമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പോ ബന്ധപ്പെട്ടവരൊക്കെ വിചാരിച്ചത്. അതിന്റെ ഫലമായിരുന്നു ആ ഭരണപരിഷ്കാര കമ്മീഷൻ. എനിക്ക് തോന്നുന്നു VS യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ പരാജയങ്ങളൊക്കെ VS വീര്യം കൂട്ടിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ VS അനുഭാവം കൂട്ടിയിട്ടേ ഉള്ളൂ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ട് എന്തുണ്ടായി എന്ന ചോദ്യം വെറുതെ. നമ്മുടെ നികുതിപ്പണം VS പോലെ ഒരാളുടെ ചെലവിൽ എഴുതി തള്ളേണ്ടി, മീൻസ് അത്തരത്തിൽ ദുർവിനിയോഗം ചെയ്തു എന്നുള്ള കാര്യം വേറെ. അത് അതിനേക്കാളേറെ വഴിവിട്ട് കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രം വിട്ട് ഭരിച്ച ഒരു ഗവൺമെന്റിന്റെ ഉപദേശക സമിതി ചെയർമാനായിട്ട് ഈ മനുഷ്യനെ വെച്ചു എന്നുള്ളതാണ് പരാജയം. ഞാൻ സൂചിപ്പിക്കുന്ന പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, VS ഇല്ലാതാക്കുന്നത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. മരണം വരെ തുടർന്നു, സമ്പൂർണമായി വിജയിച്ചില്ല. ഇപ്പോ അത് പൂർണ്ണമായിരിക്കുന്നു. VS ഓർമ്മകൾ ഇനി ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ഒന്ന്, VS വെട്ടി നിരത്തി മൂലക്കിട്ട സമയത്ത് പോലും VS പടം ചേർത്താണ് ഇവരൊക്കെ മത്സരിച്ചത്. ഇവരിൽ പ്രധാനികൾ VS വെട്ടാൻ മുന്നിട്ട് നിന്ന എല്ലാ നേതാക്കന്മാരും, ഓർമ്മയില്ല, അന്നത്തെ പോസ്റ്ററും കട്ടൗട്ടും മുഴുവൻ VS ചേർത്താണ്. VS ജയിക്കാൻ ഇവർക്ക് VS വേണമായിരുന്നു. ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അനാരോഗ്യം പറഞ്ഞാണ് മാറ്റി നിർത്തിയത്. ആലോചിച്ചു, തെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നല്ലോ, സീറ്റ് കൊടുക്കാതിരിക്കാൻ. ജയിക്കാൻ VS വേണമായിരുന്നു, തോൽക്കാൻ VS തന്നെ മതിയായിരുന്നു. ആണ്, കറക്റ്റാണ്. VS ഒറ്റക്കാണ്. ഇതില് ഇപ്പോഴത്തെ ഒരു ചിത്രത്തിൽ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുക്കാൻ തീരുമാനിച്ചു, കുടുംബം പ്രഖ്യാപിച്ചു, അത് വലിയ അംഗീകാരമാണ്, രാജ്യത്തിന്റെ അംഗീകാരമാണ്, അത് വാങ്ങേണ്ടതാണ്. എന്നാ പിന്നെ അവിടെ നിൽക്കണ്ടേ? അപ്പൊ പ്രലോഭനത്തിൽ വീണു. എൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണത്തിൽ VS അത്ര അടുത്തല്ലെങ്കിലും VS കുറേ കാലമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ളതല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. പല മഹാന്മാരായ നേതാക്കന്മാർക്കും എന്ന പോലെ VS പ്രധാനപ്പെട്ട പരാജയം VS പുത്രൻ തന്നെയാണ്. അരുൺകുമാർ VS വേണ്ട, VS ഒരു മിനി മോഡൽ ലക്ഷണമൊത്ത കമ്മ്യൂണിസ്റ്റുകാരൻ, അതിന്റെ നിഴല് പോലും ആയിട്ടില്ല അരുൺകുമാർ. VS ജീവിച്ചിരുന്ന കാലത്ത് VS പോലും അറിയാതെ VS പേരിൽ പല വഴിവിട്ട നീക്കങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചിലതൊക്കെ VS കണ്ടെത്തിയിട്ടുണ്ട്. ഭാര്യയുടെ ജോലി ഉൾപ്പെടെ പലതും VS പിൻവലിപ്പിച്ചിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ആരോപണം നന്നായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ അരുൺകുമാറിന്റെ കൂടി ഒരു നിർദ്ദേശമാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, എൻ്റെ അച്ഛനത് വേണ്ട, അച്ഛന് ജോലി ചെയ്യാൻ വയ്യാത്ത, അച്ഛൻ വിശ്രമിക്കട്ടെ എന്ന് വേണ്ട മകനല്ലേ. കാരണം ഇത്തരത്തിലൊരു പദവി അച്ഛനുണ്ടെങ്കിൽ വയ്യാത്ത അച്ഛനെ അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്ത അച്ഛനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ഇനി ഏറ്റവും ഒടുവിൽ പത്മവിഭൂഷൺ വാങ്ങാൻ കുടുംബത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞയാൾ എന്തിനാ പിന്നോട്ട് പോയത്? പാർട്ടി അന്ന് അവനെ അടക്കി നിർത്താൻ വേണ്ടി പ്രയോഗിച്ചതല്ലേ ഈ മലമ്പുഴ അല്ലെങ്കിൽ ഒരു സീറ്റ് എന്നൊക്കെ പറയുന്നത്. പാർട്ടി പറഞ്ഞാൽ എങ്ങനെ കേൾക്കാതിരിക്കും എന്ന് അരുൺകുമാർ, VS പറയാത്തത്. VS ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പാർട്ടി രീതി വിട്ടല്ലേ VS പെരുമാറുന്നത്? VS അക്ഷരാർത്ഥത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. തത്തുല്യമായ മറുപടി വേറെ ആരും പറഞ്ഞില്ല. VS പറഞ്ഞത്, എൻ്റെ പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രീതിശാസ്ത്രം വിട്ട് സഞ്ചരിക്കുമ്പോൾ, പാർട്ടി നേതൃത്വം പാർട്ടി ലൈൻ വിട്ട് സഞ്ചരിക്കുമ്പോൾ ഞാനും പാർട്ടി ലൈൻ വിട്ട് പ്രതികരിക്കുന്ന, അങ്ങനെ സ്വീകരിച്ചാൽ പോരെ, അങ്ങനെ മറുപടി പറഞ്ഞാൽ പോരെ ആ അച്ഛൻ്റെ മോന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം.
ഈ എന്ത് താല്പര്യത്തിന്റെ പേരിലായാലും വി എസിന്റെ പിന്മുറക്കാരൻ എന്ന നിലയിൽ വി എസിന്റെ പുത്രനായി എന്ന ഒരു കാരണത്താൽ വി എസിന്റെ പുത്രന് വി എസിന്റെ രാഷ്ട്രീയ ഗുണങ്ങളൊന്നുമില്ലാത്ത വി എസിന്റെ പുത്രന് ഒരു സീറ്റ് കൊടുക്കാതിരുന്നതാണ് നന്നായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേ സമയത്ത് വി എസിനെ അവസാനിപ്പിക്കാൻ വി എസിനെ ഓർക്കേണ്ട തരത്തിലാണ്. വി എസിനെ ഏതെല്ലാം തരത്തിൽ ഓർക്കാൻ പറ്റും സാറേ? അത് സീറ്റ് കൊടുക്കാതിരുന്നപ്പോ ഒരു പരിഭവം പറയുന്ന ഒരു പോസ്റ്റ് അരുൺകുമാറിൻ്റെത് ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ പ്രതിമയോ മറ്റൊക്കെ സ്ഥാപിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇതൊന്നും പോരാ, അച്ഛന്റെ പേരിൽ ഒരു ക്യാമ്പസ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ക്യാമ്പസ് മാത്രമല്ല വേണ്ടത്, അച്ഛന്റെ പേരിൽ അച്ഛന്റെ മോനൊരു സീറ്റും കൂടിയാണ് വേണ്ടത് എന്ന് അതിനകത്ത് വരികൾക്കിടയിലുണ്ട്. ഞാൻ കണ്ടു ആ പോസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതില് ഇത്രയേ ഉള്ളൂ. വി എസിനെ അവസാനിപ്പിക്കുക എന്ന അജണ്ട പിണറായിയും കൂട്ടരും നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതെന്നോ തുടങ്ങിയ ഒരു അജണ്ടയാണ്. ഇപ്പൊ അത് പൂർത്തിയായി എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ വി എസിനെ ഓർമ്മിക്കാൻ ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ലൈനിലേക്കും രീതിശാസ്ത്രത്തിലേക്കും അതിന്റെ ആശയത്തിലേക്കും അതിന്റെ ഐഡിയോളജിക്കലായുള്ള കമ്മിറ്റ്മെന്റിലേക്കും തിരിച്ചു പോവുകയാണ്. അതാണ് വി എസിന് കൊടുക്കേണ്ട മാതൃക. അല്ലാതെ അതുമായി യാതൊരു ബന്ധവുമില്ല. നടക്കാത്ത മനോഹരമായ സ്വപ്നം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വി എസിനെ അവസാനിപ്പിച്ചിരിക്കുന്നു. ആ അജണ്ട പിണറായി പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷെ അത് അരുൺകുമാറിനൊരു സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അവസാനിപ്പിച്ചത് എന്ന് പറയുന്നതിൽ ഞാൻ വലിയ കാര്യം കാണുന്നില്ല. ഇനിയെങ്കിലും അരുൺകുമാറെ ആ പത്മ അവാർഡ് ഡൽഹി പോയെന്ന് കറക്റ്റ്. അരുൺകുമാറിന്റെ അവസാനത്തെ വ്യാമോഹവും വ്യക്തിപരമായ വ്യാമോഹം കൂടി കെട്ടടങ്ങിയപ്പോഴെങ്കിലും ഈ വി എസ് അച്യുതാനന്ദനെ ഈ പിണറായി ഗവൺമെന്റും പിണറായിയും കൂട്ടരും എങ്ങനെയാണ് വി എസിനോട് പെരുമാറുന്നത് എന്ന് കാണാൻ ഇപ്പൊ അരുൺകുമാറിനെങ്കിലും സാധിക്കും. ഈ പാർട്ടിന് അധികം കാലമൊന്നും ഇല്ലല്ലോ. ഈ പത്മ പുരസ്കാരം വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇനിയുള്ള വി എസിന്റെ തലമുറകളും ഒക്കെ 100 കൊല്ലം കഴിഞ്ഞു ഒക്കെ ഇത് കണ്ടു. മാത്രമല്ല പത്മ പുരസ്കാരം വാങ്ങുന്ന ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും അല്ലേ, പ്രമുഖന അല്ലേ, പോളിറ്റ് ബ്യൂറോയിൽ വന്നിട്ട് സമ്മതിച്ചിട്ടില്ലല്ലോ. ആക്സസേ പോയോ മേടിക്കാനായിട്ട് ശൈലജയെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇല്ല. തീർച്ചയായും പിണറായി വിജയനാണ് കിട്ടിയിരുന്നെങ്കിൽ സമ്മതിക്കുവായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോയി വാങ്ങാൻ പറയും, അതിന് കുറെ ന്യായങ്ങൾ പറയും, കുറെ ക്യാപ്സ്യൂളുകൾ ഇറങ്ങും, ഒരുപാട് വാഴ്ത്തുകാർ ഇറങ്ങും, അതൊക്കെ സംഭവിക്കുക. ഏതായാലും അത് വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മുതിർന്ന ജേർണലിസ്റ്റ് എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം വിമർശനാത്മകമായി എഴുതിയിട്ടുള്ള ഒരാൾ എന്ന നിലയിലും വി എസിനെ വളരെ വളരെ അടുത്ത് അറിഞ്ഞ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലും രാമേന്ദ്രൻ സാറിന്റെ നിർദ്ദേശം വേറെ ആരും കേട്ടില്ലെങ്കിൽ അരുൺകുമാർ കേൾക്കട്ടെ. ഇന്ന് തന്നെ പ്രസ്താവന ഇറക്കിയിട്ട് പോയിട്ട് ആ പത്മവിഭൂഷൺ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനുള്ള പത്മവിഭൂഷൺ ആ കുടുംബത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ വാങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയാണ് അന്തസ്സുള്ള മകനാണെങ്കിൽ ഇന്ന് വി എസ് അരുൺകുമാർ ചെയ്യേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.